ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഫാഹിലിലെ ലുലു മോളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഫാഹിൽ എന്ന് പറഞ്ഞാൽ കുവൈറ്റിലാണ് ഈ പറയുന്ന സ്ഥലം. ഞാനിപ്പോൾ എന്തിനാണ് പോയെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് 2 ദിവസം കഴിയുമ്പം. അപ്പോൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയത്. അവിടെ ചെന്ന സമയത്ത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. ഇത് 3rd ഫ്ലോർ ആണ് ലുലുവിൻ്റെ. 3rd ഫ്ലോറിലാണ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉള്ളത്. ഇതുപോലുള്ള മീൻസ് ഇങ്ങനെ ക്രിസ്മസ് ട്രീയും അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ ജെൻസിൻ്റെ ലേഡീസിൻ്റെയൊക്കെ ഡ്രസ് കളക്ഷൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, കിഡ്സിൻ്റെ ഡ്രസ് കളക്ഷൻസ്, പിന്നെ സ്കൂൾ ഐറ്റംസ്, പിന്നെന്താ ടോയ്സ്, സൺഗ്ലാസസ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ 3rd ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ നോക്കി പല കളറിലുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ശരിക്കും ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ മാത്രമേ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ചെയ്യൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പല കളറിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിലുണ്ടായിരുന്നിരിക്കും ഞാൻ, പക്ഷേ കണ്ടിട്ടില്ല കേട്ടോ, ഗ്രീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് നോക്കി, നല്ല അടിപൊളിയൊരു ക്രിസ്മസ് ആർച്ച് അവർ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങൾക്കും അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കി, ഇത് സൂപ്പർ ഒരു സാന്റാക്ലോസ് അപ്പം നിൽപ്പുണ്ട്. ഇത് പക്ഷേ സെയിലിന് വെച്ചേക്കുന്നതല്ല, ഇതവർ ഡെക്കറേഷന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ ഇരിക്കുന്ന കുഞ്ഞ് സാൻ്റെ സെയിലിനുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇരിപ്പുണ്ട്. ഇതിനൊക്കെ എത്ര പ്രൈസ് വരുമെന്ന് പക്ഷേ ശരിക്കും ഞാൻ നോക്കിയില്ലായേ. അത് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞ് ആടാണോ ഡിയറാണോ എന്താ അവർ ഉദ്ദേശിച്ചെന്നറിയില്ല, എന്തോ 2-3 എണ്ണം മറ്റേ ഗ്രീൻ കളറിൽ അവരിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഡിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് മോനാണെങ്കിൽ വന്നിട്ട് നോക്കിക്കേ, അവൻ അതിനകത്തുള്ള സാധനമൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് അതെടുക്കരുത് എന്ന്. പക്ഷെ മക്കളല്ലേ, അവരെ കൈ അടങ്ങിയിരിക്കുമോ? എനിക്കുണ്ട് 2 പെൺകുട്ടികൾ. ഇപ്പോൾ എൻ്റെ കൂടെ അല്ല, അവർ നാട്ടിലാണ്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നാലും സ്വാഭാവികമായിട്ടും അവരും ഇങ്ങനെ കൈ വിരിവിരാന്ന് ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ പിച്ചി പറിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. പൊടി മക്കളല്ലേ, അവർക്കിതൊക്കെ കാണുമ്പോൾ എന്തോ പോലെയാണ്. അതെടുക്കണമെന്നും തോണ്ടണമെന്നും ഒന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ തോന്നും. പിന്നെ നോക്കിയേ, സ്റ്റാറുണ്ട്, ക്രിസ്മസ് ക്യാപ്പുണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബോൾസ്, ബെൽസ്, റിബണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു ക്രിസ്മസ് ട്രീ എനിക്ക് വീട്ടിൽ വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ നമുക്കത് വെക്കാനുള്ള സ്ഥലപരിമിതി വളരെ കുറവാണ്. നമ്മൾ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ വലിയ റൂം കിട്ടുന്ന സ്ഥലം അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷേ ഞങ്ങൾ എടുത്തേക്കുന്നത് പാർട്ടീഷൻ റൂമാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ പരിമിതികളുള്ളത് കൊണ്ട് ക്രിസ്മസ് ട്രീ ഒന്നും നമുക്ക് കൊണ്ട് വയ്ക്കാനുള്ള സൗകര്യമില്ല. പിന്നെ നോക്കി, പല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല കളറിലുള്ള ക്രിസ്മസ് ബോളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ചെന്ന സമയം പൊതുവെ തിരക്ക് കുറവായിരുന്നു. എല്ലാവരുമൊക്കെ എനിക്ക് തോന്നുന്നു വന്നിട്ട് പോയിട്ടുണ്ടാകും. അതുമല്ല, ഇവിടെ തിരക്ക് കാണണം എന്നുണ്ടെങ്കിൽ തേഴ്സ്ഡേ ഈവനിങ് തൊട്ട് ഫ്രൈഡേ സാറ്റർഡേ ഈ സമയത്താണ് നല്ല തിരക്കുണ്ടാവുക. കാരണം ഇവിടുത്തെ ഹോളിഡേയ്സ് ഫ്രൈഡേ സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് തേഴ്സ്ഡേ ഈവനിങ് തൊട്ട് തുടങ്ങും. കാരണം തേഴ്സ്ഡേ ഈവനിങ്ങോടുകൂടി ഇവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇവരങ്ങോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയമാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ പിന്നെ നമുക്ക് ചെല്ലുമ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ കുറവ്. അതുപോലെ നമ്മൾ പോയ സമയവും ആ ഒരു സമയമായതുകൊണ്ട് അങ്ങനെ തിരക്കുണ്ടാവില്ല. ഈവനിങ് ഒരു 7-8 ഒക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ടാവും വന്നിട്ട്. ഇതൊക്കെ ടോയ്സ് സെക്ഷനാണ്, കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് സെക്ഷനാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളുടെ ബാഗ്സ്, സ്കൂൾ ഐറ്റംസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ മക്കളെയും കൊണ്ട് വന്നാൽ അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സെഷനിലാണ്. എൻ്റെ ഇളയ മോള് സ്കൂൾ ഐറ്റംസിൻ്റെ സൈഡിൽ പോകില്ല, അവൾക്ക് കിഡ്സിൻ്റെ സെഷനിൽ കുറേ ടോയ്സ് ഉണ്ടാവും, അവിടെ ആയിരിക്കും. മൂത്തവളാണെങ്കിൽ എന്തിനാണെന്നറിയില്ല, അവൾക്ക്
എത്ര ബുക്ക് എഴുതാൻ കൊടുത്താലും അവൾക്ക് ചുമ്മാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് ഡയറീസ്, കളർ പെൻസിൽ ഇങ്ങനെ വേണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചും കുറിച്ചുമൊക്കെ ഇരിക്കണം. അത് ഒരു ബുക്ക് നമ്മൾ മേടിച്ചു കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്തെടുക്കും. ഇത് എന്തോ മോഡൽ ചെയിനൊക്കെയാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടുകാരധികം ഇതങ്ങനെ ഉപയോഗിക്കലുണ്ടാവില്ല. ഇപ്പോൾ ഉള്ളത് ഓർണമെൻറ്റ് സെക്ഷനാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ട് സ്റ്റക്കായി നിൽക്കുന്നത് ഈ ഒരു കൗണ്ടറിലാണ്. നോക്കൂ, എനിക്ക് 2 പെൺകുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സാധനം എനിക്ക് എത്ര വാങ്ങിയാലും എനിക്ക് മടുക്കൂലേ. അവരിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന സമയത്ത് മേടിച്ചായിരുന്നു. പിന്നെ നാട്ടിൽ കൊണ്ടാക്കുമ്പം സ്കൂളിലൊക്കെ പോകുന്ന മോളല്ലേ, മൂത്തമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ മേടിച്ച് കൊടുത്തായിരുന്നു. എന്നാലും നമുക്ക് പിന്നെയും ഇങ്ങനെ കാണുമ്പം പല മോഡൽ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. ഞാനിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങനെ എന്നോട് പറയും, എന്തിനാ ഇപ്പോൾ ഇത് എടുത്തതല്ലേ ഉള്ളൂ, വാങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ വാങ്ങി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാ, അത് നമുക്ക് പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കും. ഇത് എന്തോ നമ്മുടെ അഡൾട്ട്സിൻ്റെയൊക്കെ ചെയിനും അതുപോലെയുള്ള സാധനങ്ങളാണ്. ഇതെനിക്ക് കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാനങ്ങനെ പൊതുവേ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കണ്ടപ്പോൾ ഒരിഷ്ടം, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ട് കാണിക്കാനാണെങ്കിൽ. നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ അതേന്ന് പറഞ്ഞാൽ ഇളകി താഴെ വീണതാണ്. പക്ഷേ അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കാൻ. ഓരോ കൗണ്ടറിലും പോയിട്ട് ഇങ്ങനെ കറങ്ങി കാണിക്കാൻ വേണ്ടി ഒത്തിരി ഉണ്ട്. പക്ഷേ നമുക്ക് സമയപരിമിതി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ഫുള്ളും നല്ല രീതിക്കൊന്നും ഷൂട്ട് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഹസ്ബൻഡ് അവിടെ നിന്നിട്ട് പുള്ളിക്കാരൻ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. പോയ വഴിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ബാഗ് സെക്ഷനിൽ കാണും, നീ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ അപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കളക്ഷൻ സെഷനാണ്. നോക്കിക്കേ, കുഞ്ഞു മക്കൾക്കുള്ള നിറയെ ഡ്രസ്സുകളുണ്ട്. കോട്ടൺ ടൈപ്പ് ഉണ്ട്, അല്ലാണ്ട് ഷിഫോൺ മെറ്റീരിയലുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം മീൻസ് ഡ്രസ്സിൻ്റെ 2 ഇരട്ടി പ്രൈസ് ഇവിടെ കൂടുതലായിരിക്കും. ഇത് നോക്കിയാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഇത് നാട്ടിൽ ഏകദേശം ഒരു 1500 രൂപയോളം വരും ഇതിൻ്റെ പ്രൈസ്. നാട്ടിൽ എത്ര ആണെന്ന് എനിക്കറിയില്ല. ഇത് വേറൊരു മോഡൽ ഫ്രോക്കാണ്. ഇതിനും കൊടുത്തേക്കുന്നത് ഏതാണ്ട് 5.2 ആണ്. സെയിം ഏകദേശം ഒരു 1500 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. അതുപോലെ പല മോഡൽ ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടരെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.